കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ CPM-ൽ നടന്ന ക്രമക്കേടുകളും അഴിമതിയും സംബന്ധിച്ച് TA മധുസൂദനൻ MLA ഉൾപ്പെടെയുള്ള ചില ആളുകൾക്കെതിരായി CPM ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിനെ തുടർന്ന് MLA രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി CPM-ന്റെ ക്രിമിനലുകൾ മർദ്ദിച്ച സംഭവം ഉണ്ടായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെയാണ് ഇതിലെ കാതലായ പ്രശ്നം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പൊതുപ്രാധാന്യമുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ ജനകീയ പ്രക്ഷോഭങ്ങളുണ്ടാവും. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. ചട്ടപ്രകാരമുള്ള അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ച സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് UDF അംഗങ്ങൾ സഭ വിട്ടിറങ്ങിയത്. നിയമസഭാ സമ്മേളനത്തിനിടെ പുതുതന്ത്രവുമായി UDF രംഗത്തെത്തുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിഷേധിച്ച് സഭാ കവാടത്തിൽ UDF MLA-മാർ സത്യാഗ്രഹമിരുന്നു. സഭ തടസ്സപ്പെടുത്താതെയാണ് UDF-ന്റെ ഈ നീക്കം. നജീബ് കാന്തപുരം, CR മഹേഷ് എന്നീ MLA-മാരാണ് ഇപ്പോൾ സത്യാഗ്രഹം ഇരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മതം SITയുടെ മേൽ ഇനി ഉണ്ടാകരുത്. സഭാ നടപടികളുമായി സഹകരിച്ച് ഈ സമരവുമായി UDF മുന്നോട്ട് പോകുകയാണ്. എന്നാൽ സമരം ഹൈക്കോടതിക്കെതിരെയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞത്. സർക്കാരിനെതിരായ സമരമായി ഇതിനെ കണക്കാക്കാൻ സാധിക്കില്ല. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള സമരമായാണ് കണക്കാക്കുകയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പയ്യന്നൂർ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട തട്ടിപ്പും അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങൾക്ക് നേരെ ഉണ്ടായ CPM പ്രവർത്തകരുടെ ആക്രമണവുമാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത്. ഫണ്ട് ശേഖരണത്തിനായുള്ള രസീത് ബുക്കുകൾ നഷ്ടപ്പെട്ടുവെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നേരത്തെ സംബന്ധിച്ച സാഹചര്യത്തിൽ ഈ വിഷയം അതീവ ഗൗരവത്തോടെയാണ് പ്രതിപക്ഷം നിയമസഭയിൽ അവതരിപ്പിച്ചത്. പയ്യന്നൂരിലെ കോൺഗ്രസ് ഓഫീസുകളിലേക്ക് നടന്ന മാർച്ചിനിടെ സ്ത്രീകളടക്കമുള്ളവരെ കുറുവടികളുമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്നും പ്രവർത്തകരെ കൊന്നൊടുക്കുമെന്ന് CPM നേതാക്കൾ പ്രഖ്യാപിച്ചെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സർക്കാർ എന്തിന് ചോദ്യങ്ങളെ ഭയക്കുന്നു എന്നെഴുതിയ പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിലെത്തിയത്. സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി ബാനറുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ച ശേഷമാണ് അവർ പുറത്തേക്ക് പോയത്. സഭ ബഹിഷ്കരിച്ചതിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കള്ളവുമായി ബന്ധപ്പെട്ട കേസിൽ SIT അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു എന്നാരോപിച്ചാണ് CR മഹേഷും നജീബ് കാന്തപുരവും ഇപ്പോൾ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. അച്ചടിച്ച ചില രസീത് ബുക്കുകൾ നഷ്ടപ്പെട്ടെന്നും അവ ഇനി തിരികെ ലഭിക്കാനുണ്ടെന്നുമാണ് കഴിഞ്ഞ ദിവസം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വ്യക്തമാക്കിയത്. പയ്യന്നൂർ ഫണ്ട് ശേഖരണത്തിനായി അച്ചടിച്ച രസീത് ബുക്കുകളിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നത് വസ്തുതയാണെന്നും KK രാഗേഷ് സ്ഥിരീകരിച്ചിരുന്നു. TA മധുസൂദനെ ഏൽപ്പിച്ച ഒരു ബുക്ക് ആദ്യം നഷ്ടപ്പെട്ടതായി പറഞ്ഞിരുന്നു. തിരക്കിനിടയിൽ മറ്റു പുസ്തകങ്ങളിലോ മറ്റോ പെട്ടുപോയതാണെന്നും പിന്നീട് അദ്ദേഹം തന്നെ കണ്ടെത്തിയ പാർട്ടിക്ക് കൈമാറിയെന്നും രാഗേഷ് വിശദീകരിച്ചു. എന്നാൽ മറ്റു ചില രസീത് ബുക്കുകൾ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇതിനിടെ പയ്യന്നൂർ ഫണ്ട് വിവാദം വെളിപ്പെടുത്തിയ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ CPM തീരുമാനമെടുത്തു കഴിഞ്ഞു.